ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ അനാമിക. അപ്പോൾ ഈ കാണുന്ന സാധനം നിങ്ങൾ എവിടെയെങ്കിലും കണ്ട് മറന്നിട്ടുണ്ടോ? യെസ്, അത് തന്നെ നമ്മുടെ കഡിൽ ക്ലൗഡിൻ്റെ ഫസ്റ്റ് ഗിവ് അവേൻ്റെ പ്രൈസ് കേട്ടോ. അപ്പോൾ അതാരും അങ്ങനെ മറന്ന് കാണില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു സാധനങ്ങൾ യൂസ് ചെയ്തിട്ട് ഞാനൊരു ഫ്രെയിമും അത് ഡെക്കറേറ്റ് ചെയ്തിട്ട് ഒരു വാൾ ഡെക്കറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഞാൻ കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെക്കാം ലിങ്ക്. ഈ ഒരു വീഡിയോ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയട്ടെ. ഒത്തിരി പേര് എൻ്റെ ഒന്ന് രണ്ട് വീഡിയോസിലൊക്കെ എപ്പോഴും വന്ന് കമൻറ്റ് ചെയ്യാറുണ്ട്, അതിൽ കിട്ടിയ ആ ഒരു ബുക്കിൽ ജേർണലിങ് ചെയ്യുമോ, അല്ലെങ്കിൽ ആ ഒരു സപ്ലൈസ് വെച്ചിട്ട് എന്തെങ്കിലും ക്രാഫ്റ്റ് ചെയ്യുമോ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഞാനത് ഇത്രയും നാളും ചെയ്യാതിരുന്നത് എന്താണെന്ന് വെച്ചാൽ, ആദ്യമായിട്ട് കിട്ടിയൊരു ഗിവ് അവേൻ്റെ പ്രൈസായിരുന്നു. അതായത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതിരുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും കിട്ടുക. അതായത് സത്യത്തിൽ പറഞ്ഞാൽ പൊട്ടന് ലോട്ടറി അടിച്ച അവസ്ഥയായിരുന്നു എനിക്ക്. അതായത് ഇപ്പോൾ എന്ന് പറഞ്ഞൊരു ട്രെൻഡാണല്ലോ, ഗിവ് അവേ കൊടുക്കുന്നു, എല്ലാവരും ഇങ്ങനെ കണ്ടീഷൻസ് പറയും, നമ്മൾ എന്നിട്ട് മെൻഷൻ ചെയ്യും, കമൻറ്റ് ചെയ്യും, എല്ലാം ചെയ്യും. എന്നിട്ട് നമുക്ക് കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി. അതാണ്. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾ എത്ര ഒരു ഗിവ് അവേയിൽ നിങ്ങൾ ഇതിനോടകം പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഞാനൊക്കെ ഇഷ്ടംപോലെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ കിട്ടുന്ന ഒട്ടും പ്രതീക്ഷിക്കാതിരുന്ന സമയത്ത് തന്നെ എൻ്റെ പേര് വരുന്നു, എനിക്ക് കിട്ടുന്നു. അതായത് എനിക്കെന്നല്ല, ആർക്കാണെങ്കിലും അത് എന്തായിരിക്കും, ഒരു ഡ്രീം കം ട്രൂ മൊമെൻ്റ് ആയിരിക്കും. വലിയൊരു സംഭവം എന്നല്ല. ചിലപ്പോൾ ചിലവർക്ക് തോന്നും ഇതിലിപ്പോൾ എന്തത്ര അതിശയമുള്ളത്, ലോട്ടറി ഒന്നും അല്ലല്ലോ അടിച്ചത് എന്നൊക്കെ തോന്നും. പക്ഷെ എന്നാൽ പോലും അത്രയും പ്രതീക്ഷിക്കുന്ന ആൾക്കാർക്കെന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ഡ്രീം കം ട്രൂ മൊമെൻ്റ് ആയിരിക്കും ഇതെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പറഞ്ഞാൽ അതിൽ ഒരു സപ്ലൈസും എനിക്ക് യൂസ് ചെയ്യാൻ പോലും തോന്നുന്നില്ല. എന്താ പറയുക, ഇങ്ങനെ ഒരു ഷെൽഫിൽ എന്താ പറയുക, ഇങ്ങനെ ഫ്രെയിം ചെയ്തിട്ട് ഇങ്ങനെ വെക്കണം, ആ ഒരു ഇതായിരുന്നു എനിക്ക്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ എടുത്ത് നോക്കും, എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ, എൻ്റെ ഒരു ഷെൽഫിൻ്റെ ഉള്ളിൽ തന്നെ തിരിച്ചു വയ്ക്കും. അപ്പോൾ ഒരുപാട് നാളായി ഇത് വെച്ചിട്ട് ഒരു ക്രാഫ്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കണം. കാരണം അതിനകത്ത് പെട്ടെന്ന് ഇത് കിട്ടിയോണ്ട് തന്നെ ഇതൊക്കെ വെച്ച് എന്താ ചെയ്യേണ്ടതെന്ന് പോലും എനിക്ക് ഒരു 2-3 ആഴ്ചത്തേക്ക് ഒരു കിളി ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇത് വെച്ചിട്ട് ഒരു വാൾ ഡെക്കോർ ഇതേപോലെ ചെയ്യണമെന്ന് ഒരുപാട് നാളായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ചെയ്യാത്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ, ഞാൻ റെൻറ്റിനാണ് താമസിക്കുന്നത്. അപ്പോൾ ഈ വീട്ടിൽ വാൾസിലൊക്കെ നമ്മളിങ്ങനെ ഓരോന്ന് സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് പാടാവുക എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെ നമുക്ക് ഇവിടുന്ന് ഷിഫ്റ്റായി പോകുമ്പോഴൊക്കെ നല്ല പണിയാവും. അപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കതാണെങ്കിൽ ഒട്ടിക്കണമെന്നും ഇല്ല, പക്ഷേ അത് ചെയ്യുകയും വേണം. ആകെ ഒരു വല്ലാത്തൊരു ഇതിലായിരുന്നു. അപ്പോൾ പിന്നെ ഞാനൊരു ഐഡിയ കണ്ടുപിടിച്ചു. A4 ഷീറ്റ് 2 കൂടി എന്താ പറയുക ഒട്ടിച്ചിട്ട്, സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിച്ചിട്ട് അതിൽ ഈ ഒരു സാധനങ്ങളെല്ലാം ഇതേ രീതിയിൽ അറേഞ്ച് ചെയ്ത് അത് ഫെവിക്കോളൊക്കെ വെച്ചൊന്ന് പേസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട്, എന്നിട്ട് അത് കട്ട് ചെയ്തിട്ട് പിന്നീട് സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഞാൻ വാൾസിൽ സ്റ്റിക്ക് ചെയ്തു. നമ്മുടെ സാധാ സെല്ലോ ടേപ്പ് കേട്ടോ. അപ്പോൾ അത് വെക്കുമ്പോൾ വാൾസിൽ അത്ര അങ്ങോട്ട് വലിയ കേടുപാടുകളൊന്നും വരില്ല. പിന്നെ പറഞ്ഞാൽ നമ്മൾ ഇടയ്ക്ക് അതായത് അത്രയും ലാസ്റ്റ് ചെയ്യില്ല, എന്തൊക്കെ പറഞ്ഞാലും സാധാ സെല്ലോ ടേപ്പല്ലേ, അപ്പോൾ അത്രയും ലാസ്റ്റ് ചെയ്യില്ല. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ സെല്ലോ ടേപ്പ് ഒന്ന് മാറ്റിയിട്ട് പുതിയത് ഒട്ടിച്ചു കൊടുത്തിട്ട് പിന്നെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ഒരുപാട് നാൾ നിൽക്കും കേട്ടോ. ഞാൻ എൻ്റെ സ്റ്റഡി ടേബിളിൽ എന്ത് സാധനങ്ങൾ ഉണ്ടാക്കിയാലും ഈ ഒരു സാധാ സെല്ലോ ടേപ്പ് വെച്ചിട്ട് തന്നെയാണ് സ്റ്റിക്ക് ചെയ്യാറുള്ളത്. അപ്പോൾ ഇതിപ്പോൾ അത്ര അങ്ങോട്ട് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. അതായത് ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്താണെന്നുള്ളതിൻ്റെയൊക്കെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ പിന്നെ വേറൊന്നും പറയാതിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ എന്തെങ്കിലും ഇതേ രീതിയിലുള്ള കട്ടൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. കാരണം ഫൈനൽ ലുക്ക് അടിപൊളിയാണ്. സോ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഇങ്ങനത്തെ വാൾ പോസ്റ്റേഴ്സ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ടിലോ ആമസോണിലൊക്കെ അഫോർഡബിൾ പ്രൈസിൽ തന്നെ ഇഷ്ടം പോലെ ഒത്തിരി സാധനങ്ങൾ നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ മറക്കണ്ട. ഇനി പറയാനുള്ളത്, നമ്മുടെ Q&A വീഡിയോ എത്ര പേര് കണ്ടു എന്ന് എനിക്കറിയില്ല കേട്ടോ. അതായത് 500 സബ്സ്ക്രൈബേഴ്സ് ആയ ടൈമിൽ ഒരു Q&A വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഒത്തിരി എൻ്റെ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ട് എൻ്റെ അടുത്ത് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഗിവ് അവേ വേണം, ഗിവ് അവേ തരുമോ, ഗിവ് അവേ ചെയ്യുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് 1K സബ്സ്ക്രൈബേഴ്സ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ വേറെ ഒന്നും കൊണ്ടല്ല ഇത് ചെയ്യാൻ തീരുമാനിച്ചത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീരെ സബ്സ്ക്രൈബേഴ്സോ സപ്പോർട്ടോ ഒന്നുമില്ലാതെ ഇരുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എൻ്റെ ഈ ഒരു ചാനലിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും ക്രാഫ്റ്റും സോങ് കവേഴ്സ്, ഡാൻസ് കവേഴ്സ് ആൻഡ് വ്ളോഗ്, റീൽസ്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെയുള്ള ഒട്ടുമിക്ക എല്ലാ കാറ്റഗറിയിലും പെടുന്ന ഒരു വ്ളോഗ്സും വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നൊരു ചാനലാണ്. അപ്പോൾ ഒത്തിരി പേര് ഇപ്പോൾ എന്നെ കാണുകയും ഇപ്പം ഞാനൊരു 785 or 6 സബ്സ്ക്രൈബേഴ്സിൽ എത്തി നിൽക്കുകയാണ്. അപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് 1 മില്യണോ 2 മില്യണോ ഒന്നും ഇല്ലെങ്കിലും, എന്തിന് ഈ 1K പോലും ഇല്ലെങ്കിലും ഈ ഒരു 700 പേര് ആൾക്കാരെങ്കിലും എൻ്റെ ഒരു ലവ്ലി സബ്സ്ക്രൈബേഴ്സ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ അതായത് നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ പോലും ആയിട്ടില്ല, എന്നാൽ പോലും കയ്യിലുള്ളൊരു ചെറിയ എമൗണ്ട് വെച്ചിട്ട് ഒരു ചെറിയ രീതിയിലുള്ള ഗിവ് അവേ കൊടുക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്.
കാരണം താങ്ക് യു സോ മച്ച് ഡിയർ ലവ്ലി സബ്സ്ക്രൈബേഴ്സ് ഫോർ സപ്പോർട്ടിങ് മീ. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ഒരു 780 സംതിങ്ങിൽ സബ്സ്ക്രൈബേഴ്സ് എത്തിയിട്ടുണ്ട്. സോ അത് പെട്ടെന്ന് തന്നെ 1K അടിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഒരു ചെറിയ രീതിയിലുള്ള ഗിവ് അവേ എൻ്റെ ലവ്ലി സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് ഉണ്ടാവും. ക്രാഫ്റ്റ് സംതിങ് സപ്ലൈസ് തന്നെയായിരിക്കും ഉണ്ടാവുക. ഇന്നത്തെ വാൾ ഡെക്കോർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.